ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ 17ാം ഡിവിഷനായ പെരുമ്പടപ്പാണ്. ഈ പെരുമ്പടപ്പ് നിവാസികൾക്ക് മഴക്കാലം എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഭയമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, വീടുകളിലേക്ക് വരെ വെള്ളം കയറുന്ന ഒരവസ്ഥ. മഴക്കാല പൂർവ്വ ശുചീകരണം കഴിഞ്ഞ 5 വർഷമായി നടത്തിയിരുന്നില്ല. 2020 മാത്രമാണ് ഇതിൻ്റെ കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ ഒരു കൗൺസിലറുണ്ട്. അദ്ദേഹത്തെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ഇവർ ശ്രമിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നാണ്. ഈ വീടിനകത്ത് മുഴുവൻ വെള്ളം കയറിയിരിക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം കയറി ഇങ്ങനെ ജനപ്രതിനിധി കൗൺസിലറോട് പറഞ്ഞിരുന്നോ? ഇങ്ങനെ പറഞ്ഞ് അവർ വന്ന് കണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലാതെ ഇവിടെ ഇങ്ങോട്ട് ആരും വന്നിട്ടും ഇല്ല, എടുത്തിട്ടും ഇല്ല. എന്ത് ചെയ്യാൻ? ഇവിടെ കിടന്ന് മരിക്കുക, അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. അല്ലാതെ എവിടെ പോകാനാ? KN രഞ്ജിത്താണ് ഇവിടുത്തെ കൗൺസിലർ. ഈ കൗൺസിലർ ഇവർക്ക് കാണണമെങ്കിൽ പോലും ഈ പ്രത്യേക അനുമതിയൊക്കെ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധി ഇവിടെ നിങ്ങൾ പലതവണ കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതറിയണമെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് വിളിച്ചു നോക്കാം. കോൾ വിളിക്കണേ. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ തിരക്കിലാണ്. ദയവായി കുറച്ചു കഴിഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഊട്ടയെ കൂടി വെള്ളം കുറച്ചൊരു 12 മണിക്കൊക്കെ ഒരോപ്പ് ചീറ്റണ പോലെയാണ് വെള്ളം മേലോട്ട് ചീറ്റിക്കൊണ്ടിരിക്കണം. അത്ര കഞ്ഞി വെക്കാൻ പോലും അവസ്ഥ പറ്റണില്ല. കാരണം പുറത്ത് എത്ര നേരം മേടിച്ച് കഴിക്കാൻ പറ്റും നമുക്ക്? അതിന് കൂലിപ്പണിക്കാരെ കൊണ്ട് നടക്കോ? കപ്പലണ്ടി വിറ്റാണ് ഞങ്ങൾ ജീവിക്കണത്. ഒന്നും ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് പോകണം. അല്ലാണ്ട് മാഷിനെ വിളിച്ചാലും എടുക്കുകയില്ല, മാഷ് വരികയില്ല ഇങ്ങോട്ട്.